വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാന്റ് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രി ഹ്യൂമിക്, അഗ്രി നാനോടെക്, അഗ്രി ഗോൾഡ്, അഗ്രി മോസ് എന്നീ പ്രോഡക്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഗ്രി ഹ്യൂമിക്, ഹ്യൂമിക് ആസിഡ്, പെൽവിക് ആസിഡ് എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. വൈക്കോൽ പോലെയുള്ള ജൈവ വസ്തുക്കൾ അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഹ്യൂമിക്. ഇത് കൃഷിക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട്. മണ്ണിനകത്തുള്ള പോഷകങ്ങളെ ആഗിരണം ചെയ്യാനുള്ള ചെടിയുടെ കഴിവിനെ മെച്ചപ്പെടുത്തുകയാണ് ഇവയുടെ പ്രധാന കർമ്മം. സെക്കൻഡറി റൂട്ട്സ് അഥവാ ചെടിയുടെ വെള്ളവേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും മാക്സിമം പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള വിധത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. മണ്ണിന്റെ സ്വാഭാവിക ഘടന നിലനിർത്തുകയും വളക്കൂർ നൽകുകയും ആവശ്യ സൂക്ഷ്മജീവികളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിന്റെ pH ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ക്വാളിറ്റിയും സൈസും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് മിനറൽസും പോഷകങ്ങളും നൽകുന്നതുകൊണ്ട് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷവും വാടിപ്പോവാതെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയെന്ന് നോക്കാം. സീഡ് ട്രീറ്റ്മെന്റ്, അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും വളർച്ച മെച്ചപ്പെടുത്താനുമായി വിത്തിനെ ട്രീറ്റ് ചെയ്യാൻ അഗ്രി ഹ്യൂമിക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 1 കിലോഗ്രാം വിത്തിന് 5 മുതൽ 10 ml വരെ അഗ്രി ഹ്യൂമിക്കാണ് ഉപയോഗിക്കേണ്ടത്. 1 കിലോഗ്രാം വിത്ത് നനയാൻ ആവശ്യമായ വെള്ളമെടുത്ത് അതിലേക്ക് 5 മുതൽ 10 ml വരെ അഗ്രി ഹ്യൂമിക് മിക്സ് ചെയ്യുക. എന്നിട്ട് വിത്ത് നനച്ചു വെച്ച് അന്ന് തന്നെ വിതയ്ക്കേണ്ടതാണ്. റൂട്ട് ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് പറിച്ചു നടുന്ന ചെടികൾക്കെല്ലാം വേരുകൾ ട്രീറ്റ് ചെയ്യുന്നത് ബെറ്റർ റിസൾട്ട് നൽകുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 ml വരെ അഗ്രി ഹ്യൂമിക് മിക്സ് ചെയ്ത് പറിച്ചുവെച്ച ചെടികളുടെ വേരുകൾ ഈ മിക്സിൽ വെച്ച് ഏതാനും മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും നടാവുന്നതാണ്. സോയിൽ ആപ്ലിക്കേഷൻ, മണ്ണിന്റെ ഘടന വർദ്ധിപ്പിക്കാനും സ്വാഭാവികത തിരിച്ചു കൊണ്ടുവരാനുമാണെങ്കിൽ പാടം കിളക്കുന്നതിന് 3-4 ദിവസം മുൻപ് ഇത് മണ്ണിൽ സ്പ്രേ ചെയ്തോ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയോ അപ്ലൈ ചെയ്യണം. 1 ഏക്കർ ഭൂമിക്ക് 500 മുതൽ 600 ml ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് മണ്ണിനെ സോഫ്റ്റ് ആക്കുകയും ഓക്സിജൻ കണ്ടന്റ് മെച്ചപ്പെടുത്തുകയും കിളക്കാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല സോയിൽ പൊറോസിറ്റി, അതായത് വേരുകൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ സ്പേസ് നൽകാനും സഹായിക്കുന്നുണ്ട്. മണ്ണിന്റെ pH വാല്യൂ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ, ചെടിക്ക് ഇലകളിലൂടെയും പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു മാർഗമാണ്. ഇങ്ങനെ ഫോളിയാർ അപ്ലിക്കേഷൻ ആണെങ്കിൽ ലിക്വിഡ് വളങ്ങളുടെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ ബേസ് ആയിട്ട് അഗ്രി ഹ്യൂമിക് 2 മുതൽ 4 ml വരെ ഉപയോഗിക്കാം. ഓർക്കുക, അഗ്രി 82ഉം അഗ്രി ഹ്യൂമിക്കും ബേസ് പ്രോഡക്ട്സ് ആണ്. വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ ബ്രേക്ക് ചെയ്ത് ആഗിരണം മെച്ചപ്പെടുത്താൻ അഗ്രി 82 സഹായിക്കുന്നു. അതേസമയം വിളകളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്താനും അഗ്രി ഹ്യൂമിക് സഹായിക്കുന്നുണ്ട്. ഇവ രണ്ടിന്റെയും കൂടെ ബാക്കി പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ബെസ്റ്റ് റിസൾട്ട് നൽകുന്നുണ്ട്. ഏതൊരു അഗ്രി പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും ഓവർ ഡോസേജ് ശ്രദ്ധിക്കുക. കൂടുതൽ ഭക്ഷണം കഴിച്ചാലുള്ള നമ്മുടെ അവസ്ഥയാണ് കൂടുതൽ അഗ്രി പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് സംഭവിക്കുന്നത്. അഗ്രി നാനോടെക്, ചെടിക്കാവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ പോഷകങ്ങൾ നൽകാൻ അഗ്രി നാനോടെക് സഹായിക്കുന്നു. ചെടിയുടെ സ്വാഭാവികമായ വളർച്ചയും മണ്ണിന്റെ സ്വാഭാവിക ജൈവാവസ്ഥ നിലനിർത്താനും പോഷകമൂല്യം വർദ്ധിപ്പിക്കാനും ചെടിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും അഗ്രി നാനോടെക് സഹായിക്കുന്നു. ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ലഭിക്കുന്നതിന് കൂടെ തന്നെ ചെടിയുടെ ഷെൽഫ് ലൈഫ്, അതായത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ആ വിള കൂടുതൽ സമയം കേടുവരാതെ സൂക്ഷിക്കാൻ അഗ്രി നാനോടെക്കിന് സാധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള കൃഷിക്കും അനുയോജ്യമായ അഗ്രി നാനോടെക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. പച്ചക്കറി കൃഷിയാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 15 മുതൽ 20 ഗ്രാം വരെ അഗ്രി നാനോടെക് ഉപയോഗിക്കാം. അഥവാ ഫ്രൂട്ട്സ് ആണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 10 മുതൽ 15 ഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. പൂക്കൃഷിയാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 10 മുതൽ 15 ഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങളാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 30 മുതൽ 40 ഗ്രാം വരെ ഉപയോഗിക്കാം. അഗ്രി ഗോൾഡ്, ചെടികളുടെ മൃതസഞ്ജീവനി എന്നൊക്കെ അഗ്രി ഗോൾഡിനെ നമുക്ക് വിളിക്കാം. ഒട്ടനവധി മാക്രോ ന്യൂട്രിയൻസും ഇമ്മ്യൂണിറ്റിയും സ്ട്രെങ്ത്തും ചെടിക്ക് നൽകാൻ അഗ്രി ഗോൾഡ് സഹായിക്കുന്നുണ്ട്. ചെടിയുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കോശങ്ങളുടെ വളർച്ച മെച്ചപ്പെടുത്താനും ടോട്ടൽ പ്ലാന്റിന്റെ ഗ്രോത്തിന് സഹായിക്കാനും വേരുകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു മാജിക്കൽ കോമ്പിനേഷനാണ് അഗ്രി ഗോൾഡ്. ഒരു കൃഷി അനുഭവിക്കേണ്ടി വരുന്ന വരൾച്ച, കാറ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള പ്രതികൂല കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും സ്ട്രെസ്സിനെയും മറികടക്കാൻ അഗ്രി ഗോൾഡ് സഹായിക്കുന്നുണ്ട്. സാധാരണ ലഭിക്കുന്ന വിളവിനേക്കാൾ കൂടുതൽ വിളവ് ലഭിക്കാനും ഷെൽഫ് ലൈഫ് കൂട്ടാനും അഗ്രി ഗോൾഡ് സഹായിക്കുന്നു. ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം.
ഫോളിയാർ സ്പ്രേ അതായത് ഇലകളിൽ തളിക്കാനാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മുതൽ 2 ഗ്രാം വരെ അഗ്രി ഗോൾഡ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ 1 ഏക്കർ സ്ഥലത്തേക്ക് 100 മുതൽ 200 ഗ്രാം വരെ അഗ്രി ഗോൾഡ് ഉപയോഗിക്കാം. അഗ്രി മോസ് ചെടിക്ക് ന്യൂട്രീഷൻ അഥവാ പോഷകങ്ങൾ നൽകുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് അഗ്രിമോസ്. ചെടികൾക്ക് ആവശ്യത്തിനുള്ള മാക്രോ ന്യൂട്രിയൻസ് നൽകാൻ അഗ്രിമോസ് സഹായിക്കുന്നു. ചെടി പൂവിടുന്ന സമയത്ത് അല്ലെങ്കിൽ കായ്കൾ ഉണ്ടാവുന്ന സമയത്ത് ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ അഗ്രിമോസ് സഹായിക്കുന്നു. ചെടിയുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും വെള്ളത്തിന്റെയും വളത്തിന്റെയും ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് വെച്ച് പാകമാവുന്നതിന് മുമ്പ് തന്നെ പൂവുകളും കായ്കളും തൊഴിഞ്ഞു പോകുന്നത് തടയാൻ അഗ്രിമോസ് സഹായിക്കുന്നു. കൂടുതൽ പൂവുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ പൂക്കൃഷി ചെയ്യുന്ന കർഷകർക്ക് എന്തുകൊണ്ടും അഗ്രിമോസ് ബെസ്റ്റ് റിസൾട്ട് നൽകുന്നു. ഇതിന്റെ ഉപയോഗരീതി എങ്ങനെയാണെന്ന് നോക്കാം. പച്ചക്കറി കൃഷിയാണെങ്കിലും പൂക്കൃഷിയാണെങ്കിലും 15 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ml അഗ്രിമോസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫ്രൂട്ട്സോ ബിഗർ ക്രോപ്സോ ആണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 30 മുതൽ 35 ml വരെ അഗ്രിമോസ് ഉപയോഗിക്കാവുന്നതാണ്. ബെസ്റ്റ് റിസൾട്ടിനായി പൂവിടുന്നതിന് 10 ദിവസം മുൻപും പൂവിട്ട് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷവും അഗ്രിമോസ് അപ്ലൈ ചെയ്യുക. ഇൻ ഷോർട്ട്, ചെടിയുടെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും കൂടുതൽ വിളവ് ലഭിക്കാനും മണ്ണിന്റെ വളക്കൂറ് നിലനിർത്താനും അഗ്രി ന്യൂട്രീഷൻ കാറ്റഗറി പ്രോഡക്റ്റ് സഹായിക്കുന്നു. ബി വിത്ത് വെസ്റ്റേജ്. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.